ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പമ്പുണ്ടോ? മോനെ മസ്തു, ഇതുപോലൊരു പുണ്ടച്ചുവൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയൊക്കെ പിടിച്ച് കോലീഡറാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. പാബ്ലോ വാസ്കോ വാർന്നു. ഇപ്പൊ നിങ്ങക്ക് സൗണ്ട് തിരിച്ചു വന്നോ? ഇപ്പൊ സൗണ്ട് കുറവുള്ളത് മാറിയോ? ഞാൻ ഇന്നത് ഫിക്സ് ചെയ്തായിരുന്നു. ഇതിന്റെയൊക്കെ സൗണ്ട് വന്നില്ലേ? all good. Okay. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അതെന്തോ പിന്നിന്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു കേട്ടാ. വലിയ മാറ്റമില്ല. അപ്പൊ അതിന്റെ ഹെഡ്സെറ്റ് ഫോൺ പോയി. വേഗം പോയി നന്നാക്കിട്ട് വാടാ. വന്നിട്ട് ലൈവ് കണ്ടോണ്ടിരിക്കും രാത്രി. ഫോൺ കടായി നിന്റെ ഹെഡ്സെറ്റ് അല്ല പോയി. ഇതിന്റെ വലിയ മാറ്റമില്ലെന്നോ അവന്റെ. ക്യാം സൈസ് കുറച്ചില്ല. അത് ഇന്നലെ ലാസ്റ്റ് ലൈവിൽ എന്റെ മുഖം കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറയാം. ഈ സ്ട്രൈക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പരാതിയായിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കോമൺലി എല്ലാത്തിനും കൂടെ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. പ്രിവെന്റ് കോപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ POV ആരൊക്കെ അപ്ലോഡ് ചെയ്താലും എല്ലാവർക്കും ഓട്ടോമാറ്റിക് സ്ട്രൈക്ക് പോകും യൂട്യൂബിൽ നിന്ന്. സോ അപ്പം ഞാനത് എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് അയച്ചു കൊടുത്തിരുന്നാൽ മതി കേട്ടാ. ഞാൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് കൊടുത്തത്. അപ്പൊ എല്ലാം ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയില്ലല്ലോ. ഗെയിം ക്യാപ്ചർ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് സിറ്റിയിൽ കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് കൺസൈൻമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കേട്ടോ. ഇന്ന് കൺസൈൻമെന്റ് ഉണ്ട്. എടാ ഇനി ഞാൻ ആലോചിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഗെയിമിനകത്ത് ജോയിന്റ് അടിക്കടാ, മറ്റേ ഷീൽഡ് അടിക്കടാന്നൊക്കെ പറയൂലേ. അതുകൊണ്ടായിരിക്കും എന്നെ ഇനി ഡ്രഗ് പിടിച്ചിട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നലെ രാത്രി TDM പ്രാക്ടീസിലായിരുന്നു. ഹോസ്റ്റേജോ? എടാ ഈ സിറ്റിയിലെ അപ്പിക്കണ്ടികളെ പേടിച്ചിട്ട് എന്റെ ഗ്യാങ്ങിന്റെ ഡ്രസ് ഊരി നടക്കേണ്ട ഒരു സമയം എനിക്ക് വരുവാണെങ്കിൽ ഞാൻ എന്റെ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്തങ്ങ് പോവും. പിന്നെ യു ആർ ഇൻ ബാഡ് ഹെൽത്ത്. അയ്യോ ഫുഡും വെള്ളവും ഇല്ല. അത് പോയിന്റ്. പിന്നെ അല്ലാതെ എടാ ഞാൻ ഇവിടെ TDM എടുത്തോണ്ട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരുവാ. നിങ്ങൾക്ക് എവിടെയാ? ഓക്കെ. മസ്തു എന്ത് ചെയ്യും നമ്മുടെ ഡ്രൈവ്? അയ്യോ മസ്തുവിനകത്ത് ഒട്ടും ഫ്യൂൽ ഇല്ല കേട്ടാ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പമ്പുണ്ടോ? അയ്യോ അവിടെ ഒരു എത്തൂല കൈസ് ഈ വണ്ടി കൊണ്ട് പോയാ. അടുത്ത് പമ്പുള്ളത് ഇവിടെ. അവിടെ ഒരു എത്തുമെന്നാണ് എന്റെ മനസ്സ് പറയണത്. 4 HP അല്ലേ? അയ്യോ അങ്ങോട്ടല്ലായിരുന്നല്ലേ വഴി. ഞാൻ വണ്ടി ഞാൻ എഞ്ചിൻ ഓഫ് ചെയ്തേ. ന്യൂട്രൽ പൊക്കോണ്ടിരിക്കുകയാണ്. വീണ്ടും ഓണാക്കിയേ. വേണമെങ്കിൽ പോ നീയൊക്കെ. മലയാളി തന്നെ സത്യം. മസ്താനൊക്കെ എടുത്തിട്ട് ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി വണ്ടി പഠിക്കാന്ന് പറഞ്ഞ സൗണ്ട് എല്ലാം കൂടെ 2 കയ്യേ ഉള്ളൂ. സാമാനം വെച്ച് അടിക്കാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത്. ഒന്ന് വെയിറ്റ് ചെയ്യ്. വണ്ടി അവിടെ എത്തിക്കോട്ടെ. ക്ലിക്ക് മാറ്റം. കുറച്ചു നേരം ക്ലിക്ക് ഒന്ന് കേക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കളിക്കുന്ന. എന്നൊക്കെ കൂടുതൽ പ്രശ്നമാണ് കണ്ടോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം ഞാൻ ബൈക്കിൽ കേൾക്കാതിരിക്കാൻ ചെവിന്ന് ഹെഡ്സെറ്റ് ഊരി വെക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളിലാണ്. ട്രക്ക് മാഫിയയുടെ അടുത്ത് ഓടി രക്ഷപ്പെട്ട് സമാധാനത്തിനെ കുറിച്ച് ഗെയിം കളിക്കാൻ വന്നപ്പോ മൈക്ക് ക്ലിക്കുന്നു. അവിടെ പമ്പ് വരെ പ്ലീസ്. മസ്തു ചതിക്കല്ലേ എന്റെ മസ്തു. അവിടെ വരെ എത്തിക്കണേ എന്നെ. നമ്മുടെ മസ്തു ചതിക്കില്ലടാ.
എത്തിച്ചേട്ടാ. The gas station doesn't have fuel. നിങ്ങളൊക്കെ എവിടെ? ഹലോ, എനിക്ക് ആരെയും കണ്ടുവിടറാ. എവിടെ നിൽക്കുന്നുണ്ട്? നേരെ പോയ മുതുക്ക് പമ്പ. മസ്തു ഒന്ന് എത്തിക്കും മസ്തു. അവിടെ വരെ നാണം കിടത്തല്ലേ മസ്തു. കമോൺ കമോൺ, ലെറ്റ്സ് ഗോ മസ്തു, ലെറ്റ്സ് ഗോ. മസ്തു, പക്ഷെ ഈ വണ്ടിയില് ഞാൻ അവിടെ പോകത്തുള്ളേ. എവിടെ പോവാണല്ലോ ഈ വണ്ടിയില്. വാർച്ചാറ്റ് എന്താ വാർച്ചാറ്റിൽ എന്താ? എടാ വാർച്ചാറ്റിൽ എന്താടാ? ചന്ദ്ര ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം ചത്ത് കണ്ണാ പിടിച്ച് വണ്ടി ഇടിച്ചു. ഫ്രണ്ടിലൊരു പമ്പ് ഉണ്ട്. വണ്ടി ഇടിച്ചത് അന്ന് എനിക്ക് കണ്ടുവിടാനാണ് ആരെയും. അപ്പൊ അങ്ങനെ ഇടിച്ചാണ്. ഒന്ന് പിക്ക് ചെയ്യാൻ വരാം നമ്മുടെ മുതുക്കില്. എടാ ഞാൻ വന്നോണ്ടിരിക്കുക. ഇവിടെ ഫ്രണ്ടിൽ പമ്പ് ഉണ്ട്. മസ്തു പ്ലീസ് കമോൺ മസ്തു. പേര് കളയല്ലേ. ഒരു ഇക്കത്തില്ലെന്നാ പറഞ്ഞേ. ഇതിന്റെ പേര് കണ്ടാ നീ പുറകില് വാസുവിന്റെ ഓറ കളയരുത് നീ പ്ലീസ്. എന്റെ അവിടെ എത്തിക്കണേ മസ്തു. പ്ലീസ് മസ്തു, പ്ലീസ് 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 മസ്തു. വണ്ടി എടുത്തോണ കമോൺ മസ്തു, ആരുടെ സഹായമില്ല നമുക്ക് പമ്പ് വരെ എത്താം. ഈസിയാ, പറ്റും. കമോൺ നിന്നെ കൂടെ പറ്റും. ആ ഇറക്കോ എഞ്ചിൻ അറിയണ്ട. ആ ഇറക്കോ. കമോൺ തൊട്ട് മുമ്പില് കമോൺ. പമ്പിലെത്തൂടാ എത്തിക്കോടാ ഞാൻ. കമോൺ മസ്തു, മാറിക്കടാ ബ്രോ, ഒന്ന് മാറിക്കോ. ഇല്ല വേണ്ട ഹെൽപ്പ്. ആരുടെ സഹായം നമുക്ക് വേണ്ട. സഹായം ഇല്ലാതെ എന്റെ മസ്തോടെ എത്തിക്കും എന്നെ. ചന്ദ്ര എവിടെ? ചന്ദ്ര ഞാൻ ക്യാൻ വാങ്ങി അടിക്കുന്നില്ല. വണ്ടി അവിടെ എത്തിക്കണോടാ. എത്തിക്കും ഞാൻ. ഇതെന്താ റിവേഴ്സ് ഗിയറിൽ പോണേ മോനെ മസ്തു. ഇല്ലടാ പോടാ നമ്മുടെ മസ്തു. നിങ്ങളൊന്ന് ചില്ലായി, നിങ്ങൾ ചാറ്റ് ഒന്ന് ചില്ലായി. ഇടിക്കല്ലേ എന്നെ ഇടിക്കല്ലേ. ഇതാരാണ് എന്നെ സഹായിച്ചത്? എടാ മെറ്റ പുണ്ടച്ചി. അണ്ണ ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. വണ്ടി ഇറക്കുന്ന ഒച്ച ഞാൻ കേട്ടെ. പമ്പ് നോട്ട് ഫൗണ്ട്. ഇങ്ങനൊരു പമ്പ് ഇല്ലെന്നാ പറയണേ. നോക്കിയേ, എനിക്കുണ്ടല്ലോ. ഈ പമ്പില്ലല്ലേ? ഉണ്ടല്ലോ. പമ്പ് നോട്ട് ഫൗണ്ട് എന്നല്ലേ കാണിക്കുന്നേ? എന്നെ കൊണ്ട് അങ്ങനെ പെട്രോൾ അടിപ്പിച്ചല്ലേ. നിനക്കിപ്പ നീ ഫ്യൂൽ അടിച്ചാ? ഡിഫൻസ് ലോട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. അത് ഇന്ത്യ ജയിച്ചോ? ഇന്ത്യ ജയിച്ചോടാ. എന്താ കളി ഉണ്ടായി? സൗത്ത് ആഫ്രിക്ക 74 ഓളം കിട്ടോ? പോയാ അല്ല നീ മൈലാവിനെ എടുത്തു വാ. ആരടാ എറിഞ്ഞിട്ടത്? അയ്യോ കളി കാണാൻ പറ്റിയില്ല.
ദൈവമേ ഞാൻ എന്നൊക്കെ കാണാതിരിക്കുന്നു അന്നൊക്കെ നല്ല കളി മിസ്സായി പോകും. നല്ല കളി. ചെറിയൊരു കൺസ്യൂമർ കൊണ്ടായിരുന്നേ. ആ ഇതാ വന്നോണ്ടിരിക്കുക. എത്തിയ നീ ഇവിടെ ഞാൻ ഇവിടെ മുതുക്കിലാണ്. മുതുകിലുണ്ടോ? അതാ വരുന്നത്. ഞാൻ എന്താ അങ്ങോട്ട് മുതുകിലോട്ട് വന്നോണ്ടിരിക്കുന്നത്. വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. എല്ലാരും വിക്കറ്റ് എടുത്തു. ആണോടാ കളി കണ്ടില്ലടാ. ഞാനിത് എവിടെ പോവാ? മുതുക്കി കൂടെ എങ്ങനെയാണ് പോവാ? വഴി തെറ്റിയ കാര്യം ആരോടും പറയണ്ടേ. അമ്മ 5 വർഷം എന്ന് പറഞ്ഞ കളിയാക്കും. ധോണി 2 വിക്കറ്റ്. കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ എനിക്ക് സൗണ്ട് ഭയങ്കര കൂടി കേട്ടോ. ഭയങ്കര സൗണ്ട് കൂടുതലല്ലേ കൈ നിങ്ങൾക്ക്? ചുമ്മാ ചെവി തുളയുന്നില്ലേ? സച്ചിൻ 100 അടിച്ചു. ഷോറൂമിൽ ഇറക്കിയ ലംബോർഗിനി അതേപടി എടാ മുതുക്കിന്ന് ആരെങ്കിലും പിക്ക് ചെയ്യണോ? എവിടെ ചന്ദ്രനെ കൂട്ടണ്ടേ? നമുക്ക് മിസ്റ്റർസിനെ കാണാൻ പോണം. അതിപ്പം പിന്നെ ആയാലും പോയല്ലോ. ഡ്രോപ്പ് ചെയ്തിട്ട് മിസ്റ്റർ വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ? മനുഷ്യരല്ലേ അവര് 45 മിനിറ്റ് സിംഗിൾ സീറ്റ് ആണ്. ചന്ദ്ര കേറ്. അല്ല ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയി കൊമ്പനെ എടുത്തിട്ട് വരാം. കൊമ്പനെ എടുത്തിട്ട് വരാം. എടുത്തിട്ടാണ് ഇഷ്യൂ. എടാ അതെനിക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തില്ലടാ. ചന്ദ്ര അതുകൊണ്ടല്ല ഞാൻ അവിടെ ഇട്ടേക്ക് വെറുതെ ട്രാൻസ്ഫർ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. ഞാൻ ഓർത്തില്ല. ഇവിടെ എവിടെയാ എടുക്കുന്നേ? ബ്രോ അറിയാതെ തട്ടിയതാണ്. അതാരാ? ഹലോ വത്സണ്ണ, അങ്ങോട്ട് പോയേ. എന്താ പരിപാടി? പരിപാടി ഞാൻ വണ്ടി ഒന്ന് സേവ് ചെയ്യാൻ വന്നു. ഇവിടെ കാണിക്കുന്നില്ല. ആ ഓക്കെ, അവിടെ നേരെ പോട്ടെ. ഇങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊന്നേ. വണ്ടിയൊക്കെ കളയാനായിരുന്നു. എത്ര ആളുടെ പറയും ഇതൊക്കെ ചെറിയ വണ്ടി. അളിയ കൊമ്പന എടുക്കട്ടെ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. ചന്ദ്ര ഞാൻ അങ്ങനെ മുതുക്കിലൊന്നും വരാറില്ലല്ലോ ഗൈസ്. പെട്ടെന്ന് വിടും. മിസ്റ്റർ ഇപ്പൊ നമ്മളെ പറഞ്ഞു വിടും. ഇവരൊക്കെ മാറാതെ എന്തിനു ചെയ്യാനാടാ? ഇടിച്ച വള്ളിയോ ആവും. ഒരു മിനിറ്റ്, എനിക്ക് ഫ്യൂൽ അടിക്കണം. കൊമ്പന് ഫ്യൂൽ ഇല്ല. ഒന്ന് മാറാ. ഫ്രണ്ട് കിടന്ന് തിത്തിത്താര കളിക്കണം. പെട്രോൾ വരുമെന്നല്ലേ ഇനി? ഇപ്പൊ അടിക്കാം. പെട്ടെന്ന് അടിക്കും. ഇത് നമ്മളെ SMB അടിക്കായിരുന്നു. ആ ഇനി ഞാൻ വെസ്റ്റ് പമ്പി വരെ പോവാം. ആവശ്യത്തിന് പൂച്ച്. കൊമ്പനൊക്കെ മേയ്ക്കാൻ എന്തിനു പാടറേ? ഇത് തീരൂലേ? ആ ഊമ്പ്. ആ എങ്ങോട്ടാ പോണ്ടേ? മാർക്കറ്റ് ഉണ്ട്. മാർക്ക് കാണിയാ. ആ പീഡിയ ടണലോ? ടണലല്ല, ബാങ്കിൽ പൈസ എടുക്കണ്ടേ? പൈസ എടുക്കണ എന്തിന്? ബ്ലാക്ക് മണി 66 കോടി. എന്റെ ബ്ലാക്ക് മണി ഇല്ല. അണ്ണ ബാങ്കിലിട്ട് ഓർമ്മയില്ലേ? 700 കോടി. ബാങ്കിൽ ബ്ലാക്ക് മണി ഇടാൻ പറ്റുമോ? ഞാൻ കൊടുത്തില്ലേ? നമ്മള് ഗ്യാങ് അക്കൗണ്ട് ഉണ്ടാക്കി ഇട്ടത്. നിങ്ങൾ ഒരു മിനിറ്റ് അന്വേഷിച്ച ഒരു 200 കോടി നമ്മള് അണ്ണൻ നോക്ക. അണ്ണന്റെ ദിവ്യശക്തി ഉപയോഗിക്കാം. പിള്ളേരെ തള്ളക്കി വിളിച്ച് പറഞ്ഞു. എടാ എനിക്കറിയാം. എന്നാ ബാങ്കിൽ പോവാം.
ആ അണ്ണാ അതില് ചന്ദ്രനെ ആഡ് ചെയ്യുകയാണെങ്കിലേ ചന്ദ്രന് പൈസ എടുക്കാൻ പറ്റും. ഇല്ലല്ല ചന്ദ്രനെ എന്തായാലും പൈസ കാര്യത്തിൽ ആഡ് ചെയ്യുന്നില്ല. അല്ല പിന്നെ എന്നാ അണ്ണ വന്നാ മതി വിളിക്കുമ്പോ. ഞാൻ വരാം വിളിക്കുമ്പോ വരാം. അതാണ് കുറച്ചുകൂടെ ലാഭം. നീ ഞാൻ ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിൽ ഒരു പീസ് സെറ്റ് ചെയ്യാൻ വെളിയിൽ എനിക്ക് കുറച്ച് എക്സ്പെൻസ് ആയാലും നീ അകത്ത് കക്കുന്നത് എനിക്ക് കാണണ്ടല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ നിർത്തിക്കോണേ ഈ സ്റ്റെപ്പ്. ഇത് സാബ്ഗുരുവിന്റെ ബാങ്കാണ് ഇത്. സാബ്ഗുരുന്റെ അണ്ണ താഴട്ടെ 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 താഴട്ടെ. ഇങ്ങോട്ടാ ആ പറയടാ. അണ്ണന് ഇവിടെ ഒരു മുതുക്കിലൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അണ്ണനെ. തിരിച്ചു പോയല്ലേ? ഞാൻ വരുന്നത് എവിടെ പറയോ? ഒരു മിനിറ്റ് പൈസ ഇല്ല പൈസ സ്വിസ് ബാങ്കിങ് അല്ലേ? ചന്ദ്രബോസ് ടിവി ഏതാ ബിസിനസ് ബാങ്കിങ് ഷെയർഡ് ബാങ്കിങ് എന്താ? സ്വിസ് ബാങ്കില് ഗാങ്. അന്നാ ഒന്ന് മാറിക്കോ. ലിഫ്റ്റ് ഒക്കെയാ വരുന്നത്. ഒന്ന് മാറിക്കടാ ചന്ദ്ര. ഗിഫ്റ്റാ അണ്ണയുടെ മോള് തലേ പോണാ. ഞാൻ മുതുക്ക് എന്തൊക്കെ തരം ഗ്യാങ് അക്കൗണ്ടിലല്ലായിരുന്നോ? ബീച്ചിലുണ്ടോ? ബീച്ചിൽ നേരെ അതില് നമ്മളെ ആഡ് ചെയ്താൽ നമുക്ക് എടുക്കായിരുന്നു. എടാ എന്റെ ഫിംഗർ പ്രിന്റില് എന്തോ ഇരിക്കണം. അത് ആവുന്നില്ല അണ്ണ കഴിഞ്ഞ 2 ദിവസം അണ്ണ വീട്ടിൽ ഇരുന്നോണ്ടേ അടിച്ചടിച്ച് കൈ തേഞ്ഞായിരിക്കണം എന്റെ. എന്തിനു എത്ര വേണ്ടതെന്ന് പറയോ? 66 കോടിയാണ്. 66 കോടിയോ? ആകെ 58 കോടിയോളം എന്റെ കയ്യില്. അല്ല 58 കോടിയൊന്നല്ല. 10, 100,000, 10 lakh, 10 lakh, crore, 10 crore, 100 crore. ആയില്ല. 586 കോടിയാണ്. ഇതെങ്ങനെ വിഡ്രോ അല്ലേ? വിഡ്രോ എത്ര വേണ്ട? ടെൻഷൻ ആക്കില്ല. 100 കോടി നിന്റെ അച്ഛന്റെ കൊടുക്കാം ഞാൻ. മന്ദര എത്ര വേണമെന്ന് പറ. 66 കോടിയാണ്. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore. കൺഫേം വിഡ്രോവൽ. എടുത്തിട്ടുണ്ട്. വരുന്നില്ലേ ഇനി ഈ സ്റ്റാക്ക് ഓഫ് ക്യാഷ് അല്ലേ ബ്ലാക്ക് മണി? അതന്നെ എത്ര? 66 കോടി വേണോ? ഓ വിഡ്രോ ചെയ്തപ്പോ ചാർജ് പിടിച്ചേ പുണ്ടച്ചികള്. 65 കോടി 34 ലക്ഷം ഉള്ളൂ. ബാക്കി പൈസ ഇനി എടുക്കണം. അത് മാറ്റാൻ വഴിയുണ്ട്. അന്നത്തെ ഇവിടെ ആ റൂം പറഞ്ഞേ ഇതിന്റെ മാനേജർ റൂമിലോട്ട് പോയിട്ടോ. ആ ടിപ്പ് അവന് മനസ്സിലാവണമെങ്കിൽ അവൻ എത്ര വട്ടം പോയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയേ. എടാ എനിക്ക് റേഡിയോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 1 കോടി രൂപ എടുത്ത് വെച്ചേക്കല്ലേ കയ്യില്. വിഡ്രോ യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore. എന്താടാ ഇത് വാസമുള്ളതാ. എന്ത് പൊസിഷൻ ക്ലോസ്ഡ്. കേട്ടില്ല. പൊസിഷൻ ക്ലോസ്ഡ് എന്ന്. ഊമ്പ് കാല് പോയി കാണിച്ചിട്ട് ചന്ദ്ര. ഇതുപോലൊരു പുണ്ടച്ചി പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയൊക്കെ പിടിച്ച് കോലീഡറാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇരിക്കാൻ വയ്യ. ലോക്ക വെയിറ്റ് വലിച്ചു പൊട്ടിക്കല്ലേ. കേറ്. എന്താണ് ബാല പറഞ്ഞേ? ബാല എടാ ഈ കൺസൈൻമെന്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നീ ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് വെച്ചേക്കണേ. എങ്ങോട്ട് പോണം? തടലോടെന്ന് പറഞ്ഞോട്. മാപ്പിനോളജ് ഭയങ്കര കുറവാണ്. മാപ്പിനോളജ് ഭയങ്കര കുറവാണ്. മോശം എന്ന് പറഞ്ഞാൽ മോശം. എടാ ഈ സിറ്റിയിൽ മൊത്തം പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങുന്നവന്മാർക്കൊക്കെ ഇതൊക്കെ അറിയായിരിക്കും. എനിക്ക് അങ്ങനെയല്ലല്ലോ. എനിക്ക് ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ.
ഞാൻ ആ ഗ്യാങ് പരിസരത്ത് തന്നെ ജീവിച്ച് മുരടിച്ചു പോയില്ലേ എന്റെ ജീവിതം. ആകെ മുതുക്ക് ഗ്യാങ് ഹൗസിൽ പോറിയാ മുതുക്കി പോറിയാം. എന്റെ ജീവിതം അങ്ങനെ തീരും. എടാ പെണ്ണിനെയും കൊണ്ട് ഓരോരുത്തന്മാർ ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പോയി പിന്നെ വേറെ കുറെ ട്രക്ക് ഓടിക്കണവന്മാര് എവിടെ ചെന്നാലും ഇത്